പോകാൻ അതിനുവേണ്ടി മാത്രം ആളുകൾ മാറിക്കൊടുക്കുന്നു. പിന്നീട് അവിടെ വീണ്ടും അതുപോലെ ആളുകൾ നിറയുകയാണ്. ആ ദൃശ്യം നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും എത്രമാത്രം ആളുകൾ അവിടേക്ക് എത്തിയിരുന്നു എന്ന്. ഈ ആൾക്കൂട്ടത്തിനിടയിലൂടെ വേണം ആംബുലൻസും കടന്നു പോകാൻ. ആംബുലൻസ് കടന്നു പോകുമ്പോഴേക്കും പിന്നീട് ആ ഇടവും പൂർണ്ണമായിട്ടും ആളുകളെ കൊണ്ട് നിറയുകയാണ്. ആംബുലൻസിന് പിന്നാലെ ആശുപത്രിയിലേക്ക് ഓടിയെത്തിയിട്ടുള്ള ആൾക്കാരുമുണ്ട്. ജി പ്രസാദ് കുമാർ വിവരങ്ങളുമായി തുടരുന്നുണ്ട്. പ്രസാദ്, ഇവിടെ സ്വാഭാവികമായിട്ടും വിജയ് ഒന്നും പറഞ്ഞില്ല എന്നുള്ളതൊക്കെ പ്രശ്നമാണ്. വിജയുടെ ഭാഗത്തു നിന്നും സുരക്ഷയുടെ ഭാഗത്തു നിന്നുള്ള ചോദ്യമുണ്ട്. പക്ഷേ ഈ ആൾക്കൂട്ടം ഇങ്ങനെ കൂടുമ്പോൾ ഉണ്ടാകുന്ന ദുരന്തം നമ്മൾ ഇത് എത്രാമത്താണ് കാണുന്നത് എന്നുള്ളതാണ്. എന്തുകൊണ്ട് നമുക്ക് ഇതിനൊരു നിയന്ത്രണം ഏർപ്പെടുത്താനും സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്താനും കഴിയാതെ പോകുന്നു? ഇപ്പോൾ പോലീസ് സ്വാഭാവികമായിട്ട് ഇതിന് ഉത്തരം പറയണമല്ലോ. ഇങ്ങനെ ഒരു പരിപാടി നടക്കുമ്പോൾ ഇത്രയും ആളുകൾ ഒത്തുചേരുന്നിടത്ത് പോലീസിന് സുരക്ഷാ സംവിധാനം അത് ആവശ്യപ്പെട്ടാലും ഇല്ലെങ്കിലും അത് പ്രവർത്തിക്കേണ്ടതാണല്ലോ. പോലീസിനും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇന്ന് കരൂരിൽ ഉണ്ടായെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം 10,000-ഓളം പേര് വരുന്നു എന്ന് പറയും. പക്ഷേ 12 മണിക്കാണ് വിജയ് ഈ കരൂരിലെ ഈ വേലുച്ചാമിപുരത്ത് എത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നത്. അപ്പോൾ 10 മണിക്ക് മുൻപേ തന്നെ ആളുകൾ വിജയെ കാണാൻ, വിജയ് എന്ന് പറഞ്ഞ രാഷ്ട്രീയക്കാരനല്ല, അദ്ദേഹം ഇളയ ദളപതി എന്നുള്ള സിനിമാ താരമാണ്. ആ സിനിമാ താരത്തെ കാണാൻ വേണ്ടിയാണ് ഇത്രയും ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ അവിടേക്ക് എത്തി. വിജയ് എത്തിയത് 7 മണിക്കാണ്. 7 മണിക്കെത്തി അധികം വൈകാതെ തന്നെ അദ്ദേഹത്തിന് പ്രസംഗം തുടങ്ങുമ്പോൾ തന്നെ ഈ ദുരന്തം ഉണ്ടാകുന്നു. ആളുകൾ കുഴഞ്ഞു വീഴുന്നു, വെള്ളം കൊടുക്കുന്നു, പോകുന്നു. അപ്പോൾ വെള്ളിത്തിരയിൽ വിജയ് നായകനാണ്, രാജാവാണ്. എല്ലാ അനീതികളെയും ചെറുത്തു തോൽപ്പിക്കുന്ന, അനീതിയെ ചോദ്യം ചെയ്യുന്ന ഒരു ആളാണ്. പക്ഷേ റിയൽ ലൈഫിൽ അദ്ദേഹം ഒരു വട്ടപൂജ്യമാണ് എന്ന് ഇന്ന് തെളിയിച്ചിരിക്കുകയാണ്. ഇത്രയും പേര് കൊഴിഞ്ഞു വീഴുന്നു, മരിച്ചു, മരണസംഖ്യ ഉണ്ടാകുന്നു. പക്ഷേ ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ അദ്ദേഹം കരൂരിൽ നിന്നും അതിവേഗം സുരക്ഷയിൽ തിരുച്ചിറപ്പള്ളി വിമാനത്താവളത്തിലേക്ക് പോകും. അവിടെ നിന്ന് വിമാനമാർഗം ചെന്നൈയിലേക്ക് മടങ്ങുകയാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും വിജയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസും CPM-ഉം തമിഴ്നാട് ഘടകങ്ങൾ വിജയ്ക്കെതിരെ കേസെടുത്ത് മടങ്ങിയെത്താൻ ഇപ്പോൾ പരിപാടിക്ക് എത്തിയത് 50,000-ഓളം ആളുകളാണെന്നുള്ള തരത്തിലുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. അനുമതി നൽകിയത് 10,000 പേർക്ക്. ഒപ്പം തന്നെ കൂടുതൽ ഡോക്ടർമാരെ വിവിധ ആശുപത്രികളിലേക്കായിട്ട് ഇപ്പോൾ പ്രത്യേകമായി റിക്രൂട്ട് ചെയ്തിരിക്കുകയാണ്. കൂടുതൽ ഡോക്ടർമാരെ അങ്ങോട്ടേക്ക് നിയമിച്ചിരിക്കുകയാണ്. തൃശ്ശി മെഡിക്കൽ കോളേജിലേക്ക് 24, സേലത്തേക്ക് 20, ദിണ്ടിഗലിലേക്ക് 5 ഡോക്ടർമാർ എത്തുന്നു എന്നുള്ള, ഇത്രയും ഡോക്ടർമാർ കരൂരിലേക്ക് എത്തുന്നു എന്നുള്ള വിവരം കൂടി വരികയാണ്. നിയമമന്ത്രി രഘുപതിയും ഒപ്പം തന്നെ വിദ്യാഭ്യാസ മന്ത്രിയും കരൂരിലെത്തിക്കഴിഞ്ഞിരിക്കുന്നു.